മൈസൂരുവിന് സമീപം നഞ്ചൻഗോഡ് KSRTC ബസ്സിന് തീപിടിച്ചു. യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. KSRTC ബസ്സിനാണ് പൂർണ്ണമായും തീപിടിച്ചത്. 11 മണിയോടെയാണ് ഈ ബസ് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചത്. ഇതിനിടയിൽ നഞ്ചൻഗോഡ് ഒരു വിജനമായ പ്രദേശത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. അത് താഴെ നിന്നും പുക ഉയരുന്നത് കണ്ടു. ഇതേ തുടർന്ന് ഡ്രൈവറും കണ്ടക്ടറും പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് നോക്കിയപ്പോൾ തീ പടരുന്നതായാണ് കണ്ടത്. വേഗം തന്നെ യാത്രക്കാരെ പുറത്തിറക്കി. 40-ലേറെ യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. തീ പടർന്നു, പിന്നീട് ആളിപ്പടർന്ന് അത് പൂർണ്ണമായും കത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സമയോചിതമായ ഇടപെടൽ മൂലമാണ് യാത്രക്കാർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യാത്രക്കാരെല്ലാം തന്നെ പുലർച്ചെയായതിനാൽ തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. ഈ ഘട്ടത്തിൽ എല്ലാവരെയും വിളിച്ച് വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറക്കുകയായിരുന്നു. മാത്രമല്ല, തീയണയ്ക്കാൻ ഉള്ള സംവിധാനങ്ങളുള്ള ഒരു പ്രദേശത്തായിരുന്നില്ല ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു വിജനമായ മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ തീ പടരുന്നത് അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും വിജയിക്കാതെ വന്നു. ഇതേ തുടർന്ന് തീ ആളിപ്പടരുകയായിരുന്നു. ആളിപ്പടർന്ന ശേഷം അത് ബസ് ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന അവസ്ഥയാണുള്ളത്. യാത്രക്കാരുടെ സാധനങ്ങളൊക്കെ കത്തി നശിച്ച അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് പാസ്പോർട്ടും ഫോണും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കത്തി നശിക്കുന്ന, രേഖകളടക്കം കത്തി നശിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും യാത്രക്കാർ പൂർണ്ണമായും സുരക്ഷിതരാണ്. അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. വേഗത്തിൽ തന്നെ ആളുകളെ പുറത്തിറക്കാൻ കഴിഞ്ഞതാണ്. സംയോജിതമായ ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ ഒരു വൻ ദുരന്തം ഒഴിവായത്. യാത്രക്കാരെ എല്ലാം മറ്റ് ബസ്സുകളിലായി കേരളത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ക്രിസ്റ്റീന. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.